താഴ്മയുള്ളവരും നന്ദിയുള്ളവരുമായിരിക്കുക. അഹങ്കാരിയായിരിക്കുന്ന മനുഷ്യൻ എപ്പോഴും കുനിഞ്ഞ് വസ്തുക്കളെയും ആളുകളെയും നോക്കുന്നു. തീർച്ചയായും നിങ്ങൾ താഴേക്ക് നോക്കുന്നിടത്തോളം നിങ്ങൾക്ക് മുകളിലുള്ള ഒന്നും കാണാൻ കഴിയില്ല. കൃതജ്ഞതയും താഴ്മയും നിറഞ്ഞ ഒരു വിശ്വാസത്തിലേക്ക് കർത്താവ് ചാഞ്ഞു നോക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66:2 എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി, ഇങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായത് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. വിശ്വാസം താഴ്മയും നിങ്ങളുടെ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള മികച്ച കാഴ്ചപ്പാട് നിങ്ങൾക്ക് നൽകും. നിങ്ങളുടെ ഭാഗ്യകരമായ അനുഭവങ്ങൾ സ്വീകരിക്കുന്നതിനുപരി നിങ്ങളുടെ വിശ്വാസം നിലനിൽക്കാൻ നിങ്ങളെ സഹായിക്കുകയും എല്ലാറ്റിനെയും പൂർണ്ണമായി വിലമതിക്കാൻ നിങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യും. നന്ദിയുള്ള ഹൃദയം എന്നത് ജ്ഞാനത്തിന്റെ തുടക്കമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, യഥാർത്ഥ വിനയത്തിന്റെയും നന്ദിയുടെയും അടിത്തറയിൽ കെട്ടിപ്പടുത്തുന്നില്ലെങ്കിൽ യഥാർത്ഥ ജ്ഞാനം ലഭിക്കില്ല. നിങ്ങളുടെ വിശ്വാസത്തിന്റെ ശക്തമായ ബോധം മറ്റൊരാളുടെ ഷൂസിൽ നടക്കാനും യാഥാർത്ഥ്യത്തിന്റെ വ്യത്യസ്തമായ കാഴ്ച മനസ്സിലാക്കാനും നിങ്ങളെ സഹായിക്കും. വിശാലമായ ലെൻസിലൂടെ കാര്യങ്ങൾ നോക്കാൻ നിങ്ങൾ ശ്രമിക്കണം. കാരണം ജീവിതത്തെക്കുറിച്ചുള്ള യഥാർത്ഥ വിലമതിപ്പ് ഒരു വലിയ കാഴ്ചപ്പാടിലൂടെയാണ് വരുന്നത്. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്കായി ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.